നല്ല അടിപൊളി കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചക്ക് ചോറിന് പകരം കപ്പയാണ്. കപ്പ ആയതുകൊണ്ട് തന്നെ ഏട്ടൻ മീനും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് കപ്പയും മീൻകറിയാണ് ഉച്ചക്ക് കഴിക്കാനായിട്ടുള്ളത്. അപ്പൊ അമ്മ അതെല്ലാം നല്ല വൃത്തിക്ക് കഴുകി മുറിച്ചിടുന്നുണ്ട് കേട്ടോ വേവിക്കാനായിട്ട്. നല്ല അടിപൊളി കപ്പയാണ് കേട്ടോ. പച്ചക്ക് തിന്നാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഞാനൊരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ അതെല്ലാം കൂടി വേവിച്ചെടുത്തിട്ടുണ്ട്. കപ്പ വിറകടുപ്പെന്നാകുമ്പോൾ മീൻകറി അപ്പുറത്തെ ഗ്യാസുമെന്ന് ആവുന്നുണ്ട് കേട്ടോ. ഇതാ ഏകദേശം മീൻകറി ആയിട്ടുണ്ട്. കപ്പയും മത്തിക്കറിയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. പക്ഷേങ്കിൽ മത്തി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അയിലയാണ് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കപ്പിയും അയിലക്കറിയും കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അങ്ങനെ കപ്പിയും മീൻകറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഏട്ടന് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം കപ്പിയും മീൻകറി എടുക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. കാരണം എന്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് കപ്പിയും മീൻകറിയും. അതും പുളിമുളക് ഇട്ട മീൻകറി തന്നെ വേണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. മീൻകറി ഒരുപാട് അങ്ങ് വറ്റിച്ചെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ച് ചാറാക്കിയിട്ട് തന്നെയാണ് വെച്ചത്. കാരണം എല്ലാവർക്കും കൂടി വേണ്ടതല്ലേ എന്ന് വിചാരിച്ചോണ്ടാട്ടോ ഇങ്ങനെ ആക്കി എടുത്തത്. എനിക്കും ഏട്ടനും കൂടി ഒരു ബൗളിൽ തന്നെയാണ് കേട്ടോ ഞാൻ കറി എടുക്കുന്നത്. അപ്പൊ കപ്പ മാത്രമേ സെപ്പറേറ്റ് എടുക്കുന്നുള്ളൂ. എല്ലാവർക്കും കൂടി എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഏട്ടനും മാത്രമേ ഇപ്പം വീട്ടിലുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും ടൗണിൽ പോയിട്ടാണ് ഉള്ളത്. അപ്പൊ പൊന്നൂസും കൂടി പോയിട്ടുണ്ടായിരുന്നു ടൗണിലേക്ക്. അതുകൊണ്ട് ഞാനും ഏട്ടനും കൂടി വേഗം കഴിക്കലാണ്. കാരണം ടൈം ഏകദേശം ഒരു 2 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കഴിക്കേണ്ട എല്ലാം കൂടി സെറ്റാക്കി വെച്ചിട്ട് ഇതാ ഞാനും ഏട്ടനും കഴിക്കാൻ വേണ്ടി നോക്കലാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കപ്പയും മീൻ കറിയും. ഈ കിഴങ്ങ് വർഗ്ഗത്തിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2 ഐറ്റംസേ ഉള്ളൂ. ഒന്ന് കപ്പയും ഒന്ന് ചേമ്പും ആണ്. ഇത് രണ്ടും ഞാൻ മുളകിട്ട മീൻകറി ഉണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കലുണ്ട് കേട്ടോ. അപാര ടേസ്റ്റും ആണ് ഇത് കഴിക്കാനായിട്ട് മുളകിട്ട മീൻകറി ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മളിത് അറിയത്തുനിന്നാണ് കഴിക്കുന്നത്. കഴിച്ചോണ്ടിരിക്കുമ്പോൾ ചെറിയൊരു മഴക്കാറ് കാണുന്നുണ്ടേനു കേട്ടോ. മാത്രല്ല നല്ല കാറ്റും അടിക്കുന്നുണ്ടേനു. അപ്പൊ ഉറപ്പിക്കുക എന്തായാലും ഇപ്പം മഴ പെയ്യൂന്നുള്ളത്. നല്ല അതിശക്തമായ മഴ തന്നെയാണ് കേട്ടോ പെയ്തത്. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.